നമസ്കാരം. ടോപ് 10ലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ ആരോഗ്യരംഗത്തിന് എന്തുപറ്റി? ഒന്നിനു പിന്നാലെ ഒന്നൊന്നായി പിഴവുകൾ. പൊലിയുന്നത് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന സാധാരണക്കാർ. ഈ ദുരന്തങ്ങൾക്ക് പിന്നിൽ വില്ലനായുള്ളത് പരിമിതമായ സൗകര്യങ്ങളിൽ വീർപ്പുമുട്ടുന്ന നമ്മുടെ ആരോഗ്യരംഗം തന്നെയാണ്. ആ പരിമിതികൾക്കിടയിൽ കൈപ്പിഴ കൂടിയാകുമ്പോൾ ആശ്രയ കേന്ദ്രങ്ങൾ ദുരന്ത കേന്ദ്രങ്ങളാകുന്നു. ഒരു കുഞ്ഞിന് ജന്മം നൽകി അമ്മ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന ദുരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്, ആവർത്തിക്കരുത്. റിപ്പോർട്ടുകളും ക്ലീൻ ചിറ്റുകളുമല്ല വേണ്ടത്, പരിഹാരവും നടപടിയുമാണ്. നമ്മുടെ സംവിധാനങ്ങളുടെ പിഴവിൽ ഇനി ഒരു ജീവനും പൊലിയരുത്. അത് ഉറപ്പാക്കാൻ അധികൃതർക്ക് കഴിയണം. വാർത്തകളിലേക്ക് സമഗ്രമായി വരാം. ആദ്യം 10 പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പൊതുജനാരോഗ്യം വെന്റിലേറ്ററിലോ? തിരുവനന്തപുരം SAT ആശുപത്രിയിൽ യുവതി പ്രസവത്തെ തുടർന്ന് മരിച്ചു. ശിവപ്രിയയുടെ മരണം ആശുപത്രിയിൽ നിന്നും അണുബാധയേറ്റെന്ന് ബന്ധുക്കൾ. ആശുപത്രിക്ക് മുൻപിൽ നവജാത ശിശുവുമായി പ്രതിഷേധം. കൊല്ലം സ്വദേശി വേണു മരിച്ച സംഭവത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് ക്ലീൻ ചിറ്റ്. റിപ്പോർട്ട് നാളെ ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നാളെയോ മറ്റന്നാളോ എന്ന സൂചന. പ്രമുഖരെ ഇറക്കി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ BJP. 67 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുൻ DGP ശ്രീലേഖയും മുൻ കായിക താരം പത്മിനി തോമസും മത്സരിക്കും. അഴിമതിരഹിത വികസിത അനന്തപുരി ലക്ഷ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ. കൊട്ടിക്കലാശം കഴിഞ്ഞു. ബീഹാറിനി പോളിംഗ് ബൂത്തിലേക്ക്. അവസാനഘട്ട വോട്ടെടുപ്പ് മറ്റന്നാൾ. നാളെ നിശബ്ദ പ്രചാരണം. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ഡിസംബർ 1 മുതൽ 19 വരെ. സമ്മേളനം വെട്ടിക്കുറച്ചത് വിശദമായ ചർച്ചകൾ ഒഴിവാക്കാനെന്ന് കോൺഗ്രസ്. PM ശ്രീ പദ്ധതിയിൽ തീരുമാനം നടപ്പാക്കാനാകാതെ സംസ്ഥാന സർക്കാർ. പിന്മാറിയാൽ ഫണ്ട് തടയുമോ എന്ന ആശങ്ക. നാളെ കേന്ദ്രമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ PM ശ്രീ ചർച്ചയാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. എവിടെയാണ് ദേശവിരുദ്ധതയുള്ളത്? ഇതിലാണ് നമുക്ക് പ്രശ്നമുള്ളത്. RSSകാർ ചൊല്ലി എന്ന് വിചാരിച്ച ഒരു ദേശഭക്തിഗാനം മറ്റവർക്ക് ചൊല്ലാൻ പാടില്ല എന്നല്ലല്ലോ. നമ്മുടെ കുട്ടികൾ അവിടെ ചൊല്ലിയതും ചെയ്തതും വളരെ റൈറ്റാണ്. വന്ദേ ഭാരത് ട്രെയിനിൽ കുട്ടികൾ ഗണഗീതം ആലപിച്ചതിൽ തെറ്റുപറ്റിയിട്ടില്ലെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ. ദേശഭക്തി ഗാനം അർത്ഥമറിഞ്ഞാണ് പാടിയതെന്നും വിശദീകരണം. ഗാനത്തിൽ എവിടെയാണ് പിഴവെന്നും ചോദ്യം. സൈബർ ആക്രമണത്തിലൂടെ വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തുന്നുവെന്ന് പ്രിൻസിപ്പൽ. ഗണഗീതം ദേശഭക്തി ഗാനമാണോ എന്ന് തീരുമാനിക്കുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ അല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് വിശദീകരണം തേടി. വരികളിൽ എവിടെയാണ് വർഗീയതയെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. സർക്കാർ പരിപാടികൾ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് VD സതീഷ്. ISISുമായി ചേർന്ന് രാജ്യത്തുടനീളം സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ട 3 പേർ ഗുജറാത്തിൽ പിടിയിൽ. അറസ്റ്റ് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനിടയിൽ. ജമ്മു കശ്മീരിൽ ഭീകരർക്ക് സഹായം നൽകിയ 3 പോലീസുകാരെ പിരിച്ചുവിട്ടു. നികുതി ഭാരത്തിനെതിരെ കേരളത്തിൽ നിന്നുമുള്ള അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകൾ നാളെ മുതൽ സർവീസ് നിർത്തും. സമരം തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ അന്യായ നികുതിയിലും വാഹനം പിടിച്ചെടുക്കലിലും പ്രതിഷേധിച്ച് അന്യസംസ്ഥാനത്തേക്കുള്ള യാത്രക്കാർ ദുരിതത്തിലാകും. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ സൗരാഷ്ട്രയ്ക്കെതിരെ കേരളത്തിന് 73 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. ആദ്യ ഇന്നിംഗ്സിൽ കേരളത്തിന് 233 റൺസ്. രണ്ടാം ഇന്നിംഗ്സിൽ സൗരാഷ്ട്ര 1 വിക്കറ്റിന് 47 റൺസ് എന്ന നിലയിൽ. ജപ്പാനിൽ ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6.26 തീവ്രത രേഖപ്പെടുത്തി. പ്രഭവ കേന്ദ്രം സമുദ്രത്തിനടിയിൽ 10 കിലോമീറ്റർ ആഴത്തിൽ. സുനാമി മുന്നറിയിപ്പ്, ജാഗ്രതാ നിർദ്ദേശം. സ്റ്റോറി ഓഫ് ദ ഡേ. മനസ്സുണ്ടേൽ സ്ഥലം ഒരു പരിമിതിയല്ല.
ഇന്നത്തെ സമഗ്രമായ വാർത്തയിലേക്ക്. തിരുവനന്തപുരം SIT ആശുപത്രിക്കെതിരെ വീണ്ടും ഗുരുതര ആരോപണം. പ്രസവത്തിനെത്തിയ യുവതി അണുബാധയെ തുടർന്ന് മരിച്ചതായി പരാതി. കരിക്കകം സ്വദേശി ശിവപ്രിയയാണ് മരിച്ചത്. ആശുപത്രി അധികൃതരുടെ പിഴവാണ് ശിവപ്രിയയുടെ മരണകാരണമെന്ന് ആരോപിച്ച് കൈക്കുഞ്ഞുമായി ബന്ധുക്കൾ ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധിച്ചു. പതിവ് പോലെ ആരോപണം നിഷേധിച്ച് ആശുപത്രി അധികൃതർ രംഗത്തെത്തി. സർക്കാർ പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ചുവെങ്കിലും ബന്ധുക്കൾ അത് നിരസിക്കുകയാണ്. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം വേണമെന്നാണ് ആവശ്യം. പ്രസവശേഷം ആശുപത്രിയിൽ നിന്നും 25-ന് കുഞ്ഞുമായി വീട്ടിലേക്ക് മടങ്ങിയ കരിക്കകം സ്വദേശി ശിവപ്രിയയെ തൊട്ടടുത്ത ദിവസം തന്നെ കടുത്ത പനിയുമായി വീണ്ടും SIT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് അവസ്ഥ ഗുരുതരമായതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റിയിലേക്ക് മാറ്റി. അണുബാധ രൂക്ഷമായതിനെ തുടർന്ന് ഉച്ചയോടെ ശിവപ്രിയ മരണപ്പെടുകയായിരുന്നു. പ്രസവ സമയത്ത് ആശുപത്രിയിൽ നിന്നേറ്റ അണുബാധ മൂലമാണ് മരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ചികിത്സാ കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പൈസ ആയിക്കൊണ്ടിരുന്ന് ചുമ്മാ നമ്മളെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതായത് നമ്മളെ ഇത് കൈമോശം ഇത് കാരണമാണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടായത്. പിന്നെ ഒരു ടെസ്റ്റിലാണ് ഞാൻ മറ്റേ അസിനോറ്റോ ബാക്ടർ എന്ന് പറയുന്ന ഒരു വൈറസാണ് ഇത് ബാക്ടീരിയയാണ് ബാധിച്ചതെന്നും പറഞ്ഞുകൊണ്ട് കണ്ടെത്തി ഞാൻ അങ്ങോട്ട് ചോദിച്ച ശേഷമാണ് അവർക്ക് എനിക്ക് മനസ്സിലായിരുന്ന കാര്യം. സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും തൃപ്തികരമല്ലെന്ന് ആശുപത്രിയിൽ സൂപ്രണ്ടുമായുള്ള ചർച്ചയ്ക്ക് ശേഷം BJP നേതാവ് V. മുരളീധരൻ പറഞ്ഞു. ഈ ബന്ധപ്പെട്ട അധികാരികളോട് പറഞ്ഞിരിക്കുന്നത് അവർ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് തന്നെ വ്യക്തതയില്ല. സർക്കാർ അന്വേഷണം നടത്താൻ തീരുമാനിച്ചതായിട്ട് അവർക്കൊരു അറിയിപ്പ് കിട്ടി. ആരാണ് അന്വേഷണം നടത്തുന്നത്, ആ അന്വേഷണ സംഘത്തിന് എന്ത് സാധുതയുണ്ട്, ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. അതേസമയം പ്രസവശേഷം അണുബാധയുടെ ലക്ഷണം അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടായിട്ടില്ലെന്നും പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് വാർഡിലേക്ക് മാറ്റുകയും പിന്നീട് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തതെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. രണ്ടാമത് തിരിച്ച് അഡ്മിറ്റ് ചെയ്തപ്പോൾ എന്റെ ICU നമ്മൾ സ്വാബ് എല്ലാം എടുത്തിട്ടുണ്ട്. ആ സ്വാബിൽ ആദ്യത്തെ സ്വാബുകളിലും ആദ്യത്തെ കൾച്ചറിലും ആദ്യത്തെ ബ്ലഡ് ടെസ്റ്റുകളിലും ഒന്നും തന്നെ ഒരു അണുബാധയും വന്നിട്ടില്ല. അതെല്ലാം സ്റ്റെറൈലിൽ നിന്ന് തന്നെയാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എന്നാൽ കാലക്രമേണ ആ ദിവസങ്ങൾക്ക് ശേഷം ആണ് തെളിഞ്ഞു വന്നത് സ്റ്റാഫിലോകോക്കസ് ഓറിയസ് ബ്ലഡിൽ. അതൊരു ശരിക്കും മാരകമായ ഒരു അണു തന്നെയാണ്. അതിനിടെ കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സൂപ്രണ്ടിനും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയതായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ആതിര നൽകും തിരുവനന്തപുരത്തു നിന്നും. ആതിര, വലിയ പ്രതിഷേധമായിരുന്നു ഇന്ന് കണ്ടത്. രാത്രിയിലും ആ പ്രതിഷേധങ്ങൾ നീളുകയുണ്ടായി. കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ പിടിപ്പുകേടുകൊണ്ട് സാധാരണക്കാരുടെ എത്രയെത്ര ജീവനുകൾ ഇനിയും ബലി കൊടുക്കേണ്ടി വരും. ഈ നവജാത ശിശുവുമായി പ്രതിഷേധിക്കേണ്ട ആ കുടുംബത്തിന്റെ ഗതികേട്. നമ്പർ 1 ആരോഗ്യ കേരളം ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ആതിര. അശ്വതി, ഇത് ആദ്യത്തെ സംഭവമല്ല എന്നുള്ളത് തന്നെയാണ്. തുടരുന്ന ഒരു അനാസ്ഥ എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ കുടുംബം ഇത്തരത്തിലൊരു ആരോപണവുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ അധികൃതർക്കെതിരെ തന്നെ രംഗത്തെത്തിയിരുന്നു. ചികിത്സയിലെ അനാസ്ഥ മൂലമാണ് അല്ലെങ്കിൽ മതിയായ ചികിത്സ ലഭിക്കാതെയാണ് വേണു മരണപ്പെട്ടത് എന്ന് ആരോപിച്ചുകൊണ്ട് ബന്ധുക്കൾ ഇതുപോലെ പ്രതിഷേധമൊക്കെ തന്നെ സംഘടിപ്പിച്ചിരുന്നു. ആ വാർത്തയുടെ ഒരു ചൂടാറുന്നതിന് മുമ്പാണ് അടുത്ത ഇത്തരത്തിലൊരു സംഭവം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ടാകുന്നത്. ഇതിൽ പ്രധാനമായും ഈ അണുബാധ ഉണ്ടായത് എവിടെ നിന്നാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം ഇത് ആശുപത്രിയിൽ നിന്ന് മാത്രം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് എന്നാണ് കുടുംബം ആരോപിക്കുന്നത് എന്നുള്ളതാണ്. ഈ ആരോഗ്യ കേരളം നമ്പർ 1 ആണ് എന്ന് ആരോഗ്യമന്ത്രി തുടരെ പറയുമ്പോഴും ഈ ആവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണേണ്ടതുണ്ട്. ഈ പറയുന്ന കുടുംബം എന്ന് പറയുന്നത് ശിവപ്രിയയുടെ ഭർത്താവ് ഉൾപ്പെടെ 2 കൈക്കുഞ്ഞുങ്ങളുമായി 2.5 വയസ്സുള്ള മൂത്ത കുട്ടി ഇപ്പോൾ 10-15 ദിവസത്തിലധികം മാത്രം പ്രായമായിട്ടുള്ള അത്രയും ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഈ പുതിയ കുഞ്ഞ് ജനിച്ചിട്ട്. ആ കുഞ്ഞും ഇപ്പോൾ അമ്മയില്ലാതെ അനാഥമായ ഒരു അവസ്ഥയിലാണ്. ഇവർക്ക് വേണ്ട സഹായങ്ങൾ സർക്കാർ നൽകണമെന്ന ആവശ്യങ്ങൾ ഉൾപ്പെടെ ഈ കുടുംബവും അതുപോലെ തന്നെ പ്രതിഷേധക്കാരും ഉന്നയിച്ചിരുന്നു. DMEയുമായി ചർച്ചയൊക്കെ നടത്തി. ആ ചർച്ചയിൽ 15 ദിവസത്തിനകം ഇതിലൊരു തീരുമാനമുണ്ടാക്കാം എന്നതിനെ തുടർന്നാണ് അവർ ഈ പ്രതിഷേധമൊക്കെ തന്നെ വളരെ രാത്രി ഏറെ വൈകിയും ഈ പ്രതിഷേധമൊക്കെ തന്നെ
തുടരുകയുണ്ടായി. അതിനുശേഷം ഈ ഒരു ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ പ്രതിഷേധം അവസാനിപ്പിച്ചതായാലും ഇവർ മടങ്ങിയത്. 15 ദിവസത്തിനകം ഇതിലൊരു തീരുമാനമുണ്ടായില്ലെങ്കിൽ ഇനിയും പ്രതിഷേധം തുടരുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ആരോഗ്യ കേരളം അല്ലെങ്കിൽ കേരളത്തിൽ ഇത്രത്തോളം ആരോഗ്യരംഗം വളരെ മുന്നിട്ട് നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ ആവർത്തിക്കുന്ന ഈ അനാസ്ഥ എന്ന് പറയുന്നത് കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല. ഈ സിസ്റ്റത്തിന്റെ ഒരു ഫെയിലിയർ കൂടിയാണ്, ഒരു പരാജയം കൂടിയാണ് ഇത് എന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിക്കുന്ന സമയത്താണ് വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് മതിയായ ചികിത്സ ലഭിക്കാതെയും ആളുകൾ മരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത്. ജീവൻ ഇത്ര മാത്രമേ വിലയുള്ളൂ എന്ന് തോന്നിപ്പോകുന്ന ഒരു സ്ഥിതിയാണ് സംസ്ഥാനത്ത് നിലവിൽ ഏതായാലും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം, കൃത്യമായ രീതിയിൽ ഇതിന് അന്വേഷണം ഉണ്ടാകണം എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ ഈ പ്രതിഷേധമൊക്കെ അവസാനിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിലും ഇനി ഇത്തരത്തിലൊരു അനാസ്ഥയോ അല്ലെങ്കിൽ ചികിത്സാ പിഴവോ ഉണ്ടാകാതെ അതിൽ കൃത്യമായ ശ്രദ്ധ പാലിക്കണം എന്നുള്ളതാണ് നിലവിൽ ആവശ്യപ്പെടാനുള്ളത്. തീർച്ചയായും ആതിര സൂചിപ്പിച്ച പോലെ തന്നെ SITക്കെതിരെ ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ ചികിത്സാ പിഴവ് ആരോപണമുണ്ടാകുന്നത്. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥയും മറ്റൊന്നുമല്ല. ആശുപത്രികൾക്കെതിരെ വ്യാപക പരാതികൾ ഉയരുകയാണ് സംസ്ഥാനത്തുടനീളം. അതേസമയം ചികിത്സാ പിഴവിനെ തുടർന്ന് കൊല്ലം പന്മന സ്വദേശി വേണു മരിച്ച സംഭവത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് ക്ലീൻ ചിറ്റ്, പ്രോട്ടോകോളിലുള്ള ചികിത്സ നൽകിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ബന്ധുക്കളുമായുള്ള ആശയവിനിമയത്തിൽ അപാകതയുണ്ടോ എന്ന് പരിശോധിക്കും. അന്തിമ റിപ്പോർട്ട് നാളെ ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കും. അതേസമയം ഡോക്ടർ ഹാരിസിനും രക്ഷയില്ല. പരാമർശങ്ങളിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് വിശദീകരണം തേടും. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നും റഫർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൃദ്രോഗിയായിരുന്ന വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്നത്. എന്നാൽ ദിവസങ്ങളോളം നേരിട്ട അവഗണനയ്ക്കൊടുവിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് വീണ്ടും വിവാദങ്ങളിൽ നിറയുകയാണ്. വേണുവിന്റെ ക്രിയാറ്റിൻ ലെവൽ വളരെ കൂടുതലായിരുന്നതിനാലാണ് ആൻജിയോഗ്രാം ചെയ്യാൻ സാധിക്കാതിരുന്നത് എന്ന വാദവുമായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയചന്ദ്രൻ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിരുന്നില്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തുവന്നതോടെ ആ വാദം അപ്രസക്തമായി. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും വേണുവിന്റെ കുടുംബം പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആരോഗ്യമന്ത്രിക്ക് നാളെ റിപ്പോർട്ട് കൈമാറും. വേണുവിന് ചികിത്സ ഉറപ്പാക്കുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് ഡോക്ടർമാർ അന്വേഷണ സമിതിക്ക് മൊഴി നൽകിയിട്ടുള്ളതെന്നാണ് സൂചന. സംഭവത്തിൽ DMEയുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും ആരോഗ്യവകുപ്പ് തുടർ നടപടികളിലേക്ക് കടക്കുന്നത്. യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ വേണുവിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യ സംവിധാനങ്ങളെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. തറയിൽ കിടത്തി ചികിത്സ നൽകുന്നത് എത്രമാത്രം പ്രാകൃതമാണെന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അപര്യാപ്തതകളെക്കുറിച്ച് പൊതുവേദിയിൽ വിമർശിച്ച ഹാരിസ് ചിറക്കലിനെതിരെ കടുത്ത അതൃപ്തിയിലാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്. ഡോക്ടറെ വിളിച്ചുവരുത്തി വിശദീകരണം തേടാൻ സാധിക്കുമോ എന്നാണ് അധികൃതർ പരിശോധിക്കുന്നത്. പ്രസ്താവന മെഡിക്കൽ കോളേജ് ക്യാമ്പസിന് പുറത്തു നടന്ന പൊതുപരിപാടിയിലായതിനാൽ വിശദീകരണം തേടാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ദുരന്തം പലതവണ ആവർത്തിച്ചിട്ടും കാര്യക്ഷമമായ നടപടി സ്വീകരിക്കാൻ കഴിയാത്ത അധികൃതർ തന്നെയാണ് ഈ ദുരന്തങ്ങൾക്കൊക്കെ ഉത്തരവാദി. ഇതിന് പരിഹാരം കണ്ടേ തീരൂ. ഇനിയും ഒരു ജീവനും ഇങ്ങനെ പൊലിയരുത്. ആരോഗ്യമേഖല വെന്റിലേറ്ററിൽ നിന്ന് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ആരോഗ്യവകുപ്പ് ന്യായീകരിച്ചിട്ട് കാര്യമില്ല. ആരോഗ്യവകുപ്പിലെ സിസ്റ്റം തകർത്തത് ആരോഗ്യമന്ത്രിയാണെന്നും മന്ത്രി രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കേരളത്തിലെ ആരോഗ്യരംഗം, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. പരിതാപകരമായ അവസ്ഥയാണ്. ഡോക്ടർ ഹാരിസ് എന്താ പറഞ്ഞത്? ഹാർട്ട് പേഷ്യൻസ് ആണ്. ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന് കിടക്കുന്ന ആളെ നിലത്ത് കിടത്തുവാണ്. വിരി പോലും ഇല്ല കൊടുക്കാൻ വേണ്ടി, നിലത്ത് കിടന്നോളാൻ പറയുകയാണ്. അല്ലാത്ത അസുഖം വന്നോ മരിച്ചു പോകും അവിടെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന ആളെ പിന്നെ 6 ദിവസത്തേക്ക് പരിശോധിച്ചിട്ടില്ല. അതാണ് മരണകാരണം. അയാളെ പരിശോധിച്ച അയാൾ നടപടി സ്വീകരിക്കണ്ടേ? എന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടുത്തെ കാർഡിയോളജിയിലെ ഡോക്ടർമാര് വാദങ്ങൾ ഉന്നയിക്കുകയാണ്. ഒരു മനുഷ്യൻ ആശുപത്രിയിൽ പോയാലുള്ള സ്ഥിതിയാണ് ഹാർട്ട് അറ്റാക്കായിട്ട് ആശുപത്രിയിൽ പോയ ആളുടെ സ്ഥിതിയാണ്. അദ്ദേഹം കൊടുത്ത സുഹൃത്തിനയച്ച സന്ദേശം തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും നാടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് സംസ്ഥാനം. വികസിത അനന്തപുരി ലക്ഷ്യമിട്ട് BJP. കോൺഗ്രസിന് പിന്നാലെ BJP ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുൻ DGP R ശ്രീലേഖ ഉൾപ്പെടെയുള്ളവർ കളത്തിലിറങ്ങും. 67 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. കോൺഗ്രസിൽ നിന്നും എത്തിയ പത്മിനി തോമസ്, K മഹേശ്വരൻ, തമ്പാനൂർ സതീഷ് എന്നിവരും സ്ഥാനാർത്ഥികളായി മത്സര രംഗത്തുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ പ്രചാരണം BJP ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. തിരുവനന്തപുരത്തിന് ഒരു ഏറ്റവും നല്ല
ഭരണം ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ഗവേൺ സിറ്റി ആക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. 67 കാൻഡിഡേറ്റ്സ് പ്രഖ്യാപിക്കുന്നു. ശാസ്തമംഗലം ആർ ശ്രീലേഖ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 67 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് BJP ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. BJP ഉപാധ്യക്ഷയും മുൻ DGPയുമായ ആർ ശ്രീലേഖ ശാസ്തമംഗലത്താണ് മത്സരിക്കുന്നത്. സന്തോഷം. പാർട്ടി ഏൽപ്പിച്ച ഒരു ദൗത്യമാണ്. അപ്പോൾ ഇത് പ്രതീക്ഷിച്ചതല്ല, പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ലഭിച്ചതിൽ സന്തോഷമുണ്ട്. ശാസ്തമംഗലം എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്ന ആളാണ്. എനിക്ക് പരിചയമുള്ള ഒരുപാട് പേര് തിരുവനന്തപുരത്ത് മൊത്തമുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യമല്ല. എനിക്കിപ്പോൾ കൂടുതലും നമ്മൾ പാർട്ടി ചെയ്യുന്നത് വികസനം, വികസിത അനന്തപുരി എങ്ങനെയാണ് കൂടുതലായിട്ട് തിരുവനന്തപുരം നന്നാക്കുക എന്നത് മാത്രമാണ്. BJP മുൻ ജില്ലാ അധ്യക്ഷൻ VV രാജേഷ് കൊടുങ്ങാനൂരിൽ മത്സരിക്കും. കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് എത്തിയ സ്പോർട്സ് കൗൺസിൽ മുൻ അധ്യക്ഷ പത്മിനി തോമസ് പാളയം വാർഡിലും K മഹേശ്വരൻ നായർ പുന്നക്കാമുകളിലും തമ്പാനൂർ സതീഷ് തമ്പാനൂരിലും മത്സരിക്കും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം അവരോടെല്ലാവരോടും ഒത്തുനിന്നൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. സിറ്റിംഗ് കൗൺസിലർമാരായ 22ഓളം പേരാണ് വീണ്ടും മത്സര രംഗത്തുള്ളത്. BJPയിലെ ഏറ്റവും പ്രായം കൂടിയ കൗൺസിലറായ P അശോക് കുമാർ പേട്ടയിൽ മത്സരിക്കും. അതേസമയം ആവശ്യപ്പെട്ട സീറ്റുകൾ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് BDJS 3 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയേക്കും. കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി K ശബരിനാഥ് മത്സരിക്കുന്ന കവടിയാറിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക നാളെ പ്രഖ്യാപിക്കും. ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെയുള്ള LDFന്റെ സ്ഥാനാർത്ഥി പട്ടികയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പുറത്തുവിടും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തലക്കെട്ടിൽ സൂചിപ്പിച്ച പോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നാളെയോ മറ്റന്നാളോ ഉണ്ടായേക്കും. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. സപ്ലിമെന്ററി പട്ടിക വെള്ളിയാഴ്ച പുറത്തിറക്കും. ഏറ്റവും കൂടുതൽ വോട്ടർമാർ മലപ്പുറത്തും കുറവ് വയനാട്ടിലുമാണുള്ളത്. 14 ജില്ലാ പഞ്ചായത്തിലെ 346 ഡിവിഷനുകളിലേക്ക് 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 2267 വാർഡുകളിലേക്കാണ് വോട്ടെടുപ്പ്. കൂടാതെ 941 ഗ്രാമപഞ്ചായത്തുകളിലെ 17,337 വാർഡുകൾ. നഗരസഭയിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ മട്ടന്നൂരിൽ ഇപ്പോഴല്ല തെരഞ്ഞെടുപ്പ് നടക്കുക. 2022 അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ട് തന്നെ 2 വർഷം കഴിഞ്ഞതിന് ശേഷം വോട്ടെടുപ്പ് നടക്കും. ബാക്കിയുള്ള 86 നഗരസഭകളിലെ 3205 വാർഡുകളിലേക്കും 6 കോർപ്പറേഷനുകളിലെ 421 വാർഡുകളിലേക്കും വോട്ടെടുപ്പ് നടക്കും. നേരത്തെ തന്നെ സംവരണ വാർഡുകൾ നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ചിട്ടുണ്ട്. അതേസമയം കൊല്ലം കോർപ്പറേഷനിൽ കോൺഗ്രസ് 2ാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 9 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. 21 വയസ്സുള്ള ആർച്ച KSും കുമാരി ജയലക്ഷ്മിയും സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ട്. ആർച്ച കൊട്ടിയം ലോ കോളേജിലെ KSU യൂണിറ്റ് ഭാരവാഹിയും കുമാരി ജയലക്ഷ്മി കൊല്ലം SN ലോ കോളേജിലെ യൂണിറ്റ് ജനറൽ സെക്രട്ടറിയുമാണ്. ആർച്ച വള്ളിക്കീടും ജയലക്ഷ്മി മുണ്ടക്കലുമാണ് മത്സരിക്കുന്നത്. കോർപ്പറേഷനിൽ കോൺഗ്രസ് 22ഉം RSP 10ഉം സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിച്ചു. അമൃത ന്യൂസിന്റെ എൻ്റെ പഞ്ചായത്ത് ഇന്ന് സഞ്ചരിച്ചത് മുത്തോലി പഞ്ചായത്തിലൂടെയാണ്. കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും കോട്ടയം ജില്ലയിലെ മുത്തോലി പഞ്ചായത്തിൽ BJPയുടെ ഭരണം 5 വർഷം പൂർത്തിയാകുകയാണ്. UDF കോട്ടയായിരുന്ന മുത്തോലിയിൽ ഭരണം BJPയുടെ കൈകളിൽ എത്തിയത് കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തെ തുടർന്നായിരുന്നു. വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ വലിയ മുന്നേറ്റമാണ് BJP അവകാശപ്പെടുന്നത്. എന്നാൽ ഇടതു വലതു മുന്നണികൾ BJPയുടെ വാദങ്ങളെ തള്ളുകയാണ്. സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ മുത്തോലി പഞ്ചായത്തിലെ നേർചിത്രമൊന്ന് കണ്ടുവരാം. പതിറ്റാണ്ടുകളായി UDF ഭരിച്ചിരുന്ന പഞ്ചായത്താണ് കേരള കോൺഗ്രസ് എമ്മിന് നിർണായക സ്വാധീനമുള്ള മുത്തോലി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള കോൺഗ്രസ് എം ഇടതുപാളയത്ത് ചേർന്നപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഒരു മുന്നണിക്കും ഭൂരിപക്ഷം ലഭിച്ചില്ല. 13 അംഗ ഭരണസമിതിയിൽ BJP 6, LDF 5, UDF 2 എന്നതായി സീറ്റ് നില. തുടർന്ന് ഏറ്റവും വലിയ കക്ഷിയായ BJPക്ക് ഭരണം ലഭിച്ചു. ഗ്രാമീണ റോഡുകളുടെ വികസനം, മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞതും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളടക്കം എല്ലാ രംഗങ്ങളിലും വികസനം നടപ്പാക്കാൻ സാധിച്ചതുമായാണ് BJP അവകാശപ്പെടുന്നത്. 2021 മുതൽ 25 വരെ 26.7 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതായും ഇതിൽ 11,61 ലക്ഷം രൂപ തനത് ഫണ്ടാണെന്നത് അഭിമാന നേട്ടമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഒരുപക്ഷെ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രൊജക്റ്റുകളും ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. ഏതാണ്ട് 26 കോടിയോളം 27 കോടിയോളം രൂപ പദ്ധതി ഇവിടെ ഈ 5 വർഷം കൊണ്ട് നടപ്പാക്കാൻ സാധിച്ചു എന്നുള്ള വളരെ അഭിമാനകരമായ കാര്യമാണ്. അതുപോലെ തന്നെ
അതിലേതാണ്ട് 11 കോടിയോളം രൂപ നമ്മുടെ തനത് ഫണ്ടിൽ നിന്ന് എടുക്കുവാൻ സാധിച്ചതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. കാരണം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഫണ്ടുകൾ ലഭ്യത കുറവാണ്. ഈ ഫണ്ടുകൾ പാൻ ഫണ്ടുകളൊക്കെ കിട്ടിയാൽ അത് ട്രഷറി മാറാൻ ഉള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നിൽക്കെ നമ്മുടെ സ്വന്തം ഓൺ ഫണ്ട് കൊണ്ട് നമുക്ക് അത് മറികടക്കാൻ സാധിച്ചു എന്നുള്ള അഭിമാനകരമായ കാര്യമാണ്. അതുപോലെ തന്നെ ഈ 5 വർഷം കഴിയുമ്പോൾ ഈ പദ്ധതികളൊക്കെ നടപ്പാക്കി കഴിയുമ്പോഴും ഏതാണ്ട് 4,68,00,000 രൂപ നമുക്ക് മിച്ചം നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. മുൻ ഭരണസമിതികളുടെ കാലത്ത് പദ്ധതി നിർവഹണത്തിൽ 100% ഫണ്ട് ചെലവഴിച്ചിരുന്ന പഞ്ചായത്തിൽ നിലവിലെ ഭരണസമിതിയുടെ കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ലാപ്സായി എന്നാണ് ഇടതുപക്ഷം ആരോപിക്കുന്നത്. സംസ്ഥാന സർക്കാർ യഥാസമയം ഫണ്ട് നൽകാത്തതാണ് പദ്ധതി നിർവഹണം തടസ്സപ്പെടാൻ കാരണമെന്ന് വരുത്തി തീർക്കാനാണ് ഭരണപക്ഷം ശ്രമിച്ചത്. ബജറ്റിൽ ലൈഫ് പദ്ധതിയെ ഒഴിവാക്കി PMAY പദ്ധതിക്ക് തുക വകയിരുത്തിയ നടപടി ജനവിരുദ്ധമാണെന്നും ഇടതുപക്ഷം ആരോപിക്കുന്നു. നമ്മുടെ പഞ്ചായത്തിന് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ലഭ്യമായ തുകയിൽ നിന്നും 7.17 കോടി രൂപയാണ് ലാപ്സായി പോയത്. അവർ കണ്ടുകൊണ്ടിരുന്നത് ഇത് കേരള സർക്കാരിൻ്റെ ഫണ്ടാണ്, അപ്പം കേരള സർക്കാർ ഫണ്ട് തരുന്നില്ല എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയുള്ളൊരു പ്രവർത്തനമാണ് നടത്തിയത്. ആ പ്രവർത്തനം ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെയാണ് ബാധിച്ചിരിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയുടെ ഒരു പേര് പോലും ആ ബഡ്ജറ്റിൽ എഴുതി ചേർക്കാതെ 4 ലക്ഷം രൂപ നമ്മൾ സർക്കാർ കൊടുക്കുന്നുണ്ട്. അത് എഴുതി ചേർക്കാതെ PMAY അത് 70,000 രൂപയാണ് ഒരു ഗുണഭോക്താവിന് വീടിന് കൊടുക്കുന്നത്. അത് മാത്രം ചേർത്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശക്തമായിട്ട് നിലപാടെടുക്കുകയും സമര പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തു. ഭരണകക്ഷിയായ BJPക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന LDF ഒരു അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവരാൻ ശ്രമിച്ചില്ലെന്നാണ് UDFിൻ്റെ ആരോപണം. BJP അംഗങ്ങൾക്കിടയിലെ അധികാര തർക്കം ഭരണത്തെയും ബാധിച്ചു. എല്ലാ രംഗങ്ങളിലും സംസ്ഥാനത്തിന് തന്നെ മാതൃകയായിരുന്ന ഒരു പഞ്ചായത്തിനെ ബഹുദൂരം പിന്നോട്ട് നയിക്കുകയാണ് BJP ചെയ്തതെന്നും UDF ആരോപിക്കുന്നു. 5 വർഷമായിട്ട് പോലും ഒരു അവിശ്വാസ പ്രമേയം പോലും ഇവിടുത്തെ രണ്ടാമത്തെ മുന്നണിയായ LDF കൊണ്ടുവന്നിരുന്നുവെങ്കിൽ പാസ്സാകുമായിരുന്നു. അതുപോലെ 5 വർഷം ഭരിച്ചെങ്കിൽ തന്നെ ആ പാർട്ടിയിൽ പോലും യോജിപ്പില്ലാത്തൊരു ഭരണമായിരുന്നു. UDF ഭരിച്ചിരുന്നപ്പോൾ പഞ്ചായത്ത് 1ാം സ്ഥാനം 2ാം സ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു. പല അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, അതെല്ലാം നഷ്ടപ്പെട്ടു. ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും ഭരണത്തിൽ BJPക്ക് വെല്ലുവിളികളൊന്നും നേരിടേണ്ടി വന്നില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തോടെ തന്നെ പഞ്ചായത്തിൽ ഭരണം നിലനിർത്താനാകുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. എന്നാൽ വാർഡുകൾ കേന്ദ്രീകരിച്ച് ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇടത് വലത് മുന്നണികൾ. പഞ്ചായത്തിൽ വാർഡുകളുടെ എണ്ണം 13-ൽ നിന്നും 14 ഉയരുമ്പോൾ അതിൻ്റെ ഗുണം ആർക്ക് ലഭിക്കുമെന്നും കാത്തിരുന്നു തന്നെ കാണണം. അമൃത ന്യൂസ്, കോട്ടയം. അവസാനഘട്ട തെരഞ്ഞെടുപ്പിന് തയ്യാറായി ബീഹാർ. കലാശക്കൊട്ടിൽ പ്രമുഖ നേതാക്കളെ ഇറക്കിയാണ് NDAയും ഇന്ത്യ സഖ്യവും റാലികൾ നടത്തിയത്. സംസ്ഥാനത്ത് നുഴഞ്ഞുകയറ്റക്കാർക്കായി പ്രതിപക്ഷം ഇടനാഴി നിർമ്മിക്കാൻ ശ്രമിക്കുന്നതായി അമിത്ഷാ ആരോപിച്ചു. അതേസമയം നരേന്ദ്രമോദിയും നിതീഷ് കുമാറും അംബാനി അദാനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. വോട്ടെടുപ്പിന് മുന്നോടിയായി ഇന്ത്യ നേപ്പാൾ അതിർത്തി 72 മണിക്കൂർ അടച്ചു. ബീഹാറിൽ പരസ്യ പ്രചാരണം അവസാനിച്ചതോടെ നാളെ നിശബ്ദ പ്രചാരണം. 122 മണ്ഡലങ്ങളാണ് 2ാം ഘട്ടത്തിൽ വിധി എഴുതുന്നത്. 1302 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. കൊട്ടിക്കലാശ ദിനത്തിൽ റാലികളിൽ പ്രമുഖ നേതാക്കളെ ഇറക്കിയാണ് NDAയും ഇന്ത്യ സഖ്യവും പ്രചരണം നടത്തിയത്. കൊട്ടിക്കലാശ ദിനത്തിൽ ഇന്ത്യ സഖ്യത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവിന് പ്രത്യേക ദിനം കൂടിയായിരുന്നു. ജന്മദിനത്തിൽ ആശംസകൾ നേർന്നാണ് RJD അനുയായികൾ തേജസ്വിയെ സ്വീകരിച്ചത്. 36 വയസ്സ് തികഞ്ഞ നേതാവിന് അണികൾ കേക്കും സമ്മാനിച്ചു. സർക്കാർ രൂപീകരിച്ചാലുടൻ നിങ്ങൾക്കെല്ലാവർക്കും റിട്ടേൺ ഗിഫ്റ്റ് ലഭിക്കുമെന്ന വാഗ്ദാനമാണ് തേജസ്വി യാദവ് തിരിച്ചു നൽകിയത്. എന്നാൽ NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് എത്താമെന്നാണ് മോദി കഴിഞ്ഞ ദിവസം നൽകിയ വാഗ്ദാനം. ആദ്യഘട്ടത്തിലെ ഉയർന്ന പോളിംഗ് അനുകൂലമാകുമെന്ന് NDA നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം ഭരണവിരുദ്ധ വികാരമാണ് പോളിംഗ് ശതമാനം ഉയർത്തിയത് എന്ന് മഹാസഖ്യം അവകാശപ്പെടുന്നു. അതിനിടെ VVപാറ്റുകൾ വഴിയിൽ നിന്ന് കണ്ടെത്തിയ സംഭവത്തിൽ ഉന്നത അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നും മോക്ക് പോളിന്റെ VVപാറ്റുകളാണ് റോഡിൽ നിന്ന് ലഭിച്ചത് എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. സംഭവത്തിൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതേസമയം വോട്ടെടുപ്പിന് മുന്നോടിയായി ഇന്ത്യ നേപ്പാൾ അതിർത്തി 72 മണിക്കൂർ അടച്ചു.
അന്തർ സംസ്ഥാന അതിർത്തികളോട് ചേർന്നുള്ള ജില്ലകളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നുഴഞ്ഞുകയറ്റക്കാർക്കായി പ്രതിപക്ഷം ഇടനാഴി നിർമ്മിക്കാൻ ശ്രമിക്കുന്നതായി അമിത്ഷാ ആരോപിച്ചു. അതേസമയം നരേന്ദ്രമോദിയും നിതീഷ് കുമാറും അംബാനി അദാനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. അവർ നിങ്ങളുടെ ഭാവി മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്, അതുകൊണ്ടാണ് അവർ വോട്ടുകൾ മോഷ്ടിക്കുന്നതെന്നും രാഹുൽ വിമർശിച്ചു. ബീഹാറിലെ ആദ്യഘട്ടത്തിലുണ്ടായ റെക്കോർഡ് പോളിംഗിൽ രാഷ്ട്രീയ പാർട്ടികളിൽ അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിൽ മികച്ച പോളിംഗ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് അമൃത TV. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം വെട്ടിച്ചുരുക്കി. ഡിസംബർ 1 മുതൽ 19 വരെയാണ് ശൈത്യകാല സമ്മേളനം നടത്തുക. സാധാരണ നവംബർ അവസാന ആഴ്ചയിലാണ് ശൈത്യകാല സമ്മേളനം ആരംഭിക്കുന്നത്. കഴിഞ്ഞ തവണ നവംബർ 25 മുതൽ ഡിസംബർ 20 വരെയായിരുന്നു സമ്മേളനം. അർത്ഥവത്തായ സമ്മേളനമായി ഈ ഘട്ടത്തെ മാറ്റണമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. അതേസമയം സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. വിശദമായ ചർച്ചകൾ ഒഴിവാക്കാനുള്ള സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമായാണ് പാർലമെന്റ് സമ്മേളനം വെട്ടിച്ചുരുക്കിയതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. പാർലമെന്റിനെ അഭിമുഖീകരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് സമ്മേളന സമയം വെട്ടിച്ചുരുക്കിയതെന്ന് തൃണമൂൽ കോൺഗ്രസ് പ്രതികരിച്ചു. PM ശ്രീയിൽ വീണ്ടും വിദ്യാഭ്യാസ മന്ത്രിയുടെ മലക്കം മറിച്ചിൽ. പദ്ധതികൾ കേരളത്തിന് ആവശ്യമില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി. എന്നാൽ പദ്ധതി മരവിപ്പിച്ചത് സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ടിന് ശേഷമേ കേന്ദ്രത്തിന് കത്ത് നൽകൂവെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. നാളെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെങ്കിലും PM ശ്രീ സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടാകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. CPI എതിർപ്പിനെ തുടർന്നാണ് PM ശ്രീ പദ്ധതിയുടെ തുടർ നടപടികൾ സംസ്ഥാന സർക്കാർ മരവിപ്പിച്ചത്. തുടർ നടപടികൾ മരവിപ്പിച്ചതായി പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിന് കത്ത് നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വരട്ടെ എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട്. ക്യാബിനറ്റ് ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഇതിൽ PM ശ്രീ പഠിക്കുന്നതിന് വേണ്ടി. ആ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് ഒരു അവസാന തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കും. കേന്ദ്രത്തിന് മാത്രമേ കരാർ റദ്ദാക്കാനാവൂ എന്ന ഉപാധിയും കേന്ദ്ര ഫണ്ട് തടയുമോ എന്ന ആശങ്കയുമാണ് മെല്ലെപ്പോക്കിന് കാരണം. നിയമോപദേശം കൂടി ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. PM ശ്രീയിൽ പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ നേരത്തെ തന്നെ സംസ്ഥാനം നടപ്പാക്കിയതിനാൽ പദ്ധതി കേരളത്തിന് ആവശ്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. നമ്മൾ 5000 കോടി രൂപ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഏതാണ്ട് എല്ലാ സ്കൂളുകളും ഇപ്പോൾ ലിഫ്റ്റും എയർ കണ്ടീഷൻ റൂമും സ്മാർട്ട് ക്ലാസ് റൂംസും സ്റ്റുഡിയോയും ഒക്കെ തന്നെ ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് PM ശ്രീയിൽ പറയുന്ന രൂപത്തിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം നമുക്ക് ആവശ്യമില്ല. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി നടക്കുന്ന ചർച്ചയിൽ PM ശ്രീ ചർച്ചയാക്കില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ഫണ്ടുകൾ വാങ്ങിയെടുക്കുന്ന കാര്യത്തിലാണ് തുടർ ചർച്ചകൾ നടക്കുകയെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. ഏതായാലും സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട നിർണായക കൂടിക്കാഴ്ചയാണ് ഇരു മന്ത്രിമാർക്കും ഇടയിൽ നടക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മന്ത്രി പറഞ്ഞതുപോലെ തന്നെ പദ്ധതിയെക്കുറിച്ച് പഠിക്കുന്നതിനായി ക്യാബിനറ്റ് ഒരു ഉപസമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് വരാനിരിക്കുന്നു. 265 സ്കൂളുകളാണ് നിലവിൽ PM ശ്രീയുടെ പരിധിയിൽ പെടുന്നത്. വന്ദേ ഭാരത് എക്സ്പ്രസിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം പാടിയത് വിവാദമാകുന്നതിനിടെ വിശദീകരണവുമായി സരസ്വതി സ്കൂൾ പ്രിൻസിപ്പൽ KP ഡിൻഡോ. റെയിൽവേ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടല്ല ഗണഗീതം പാടിയതെന്ന് എളമക്കര സരസ്വതി സ്കൂൾ പ്രിൻസിപ്പൽ വ്യക്തമാക്കി. ദേശഭക്തി ഗാനം എന്ന നിലയിലാണ് കുട്ടികൾ പാടിയത്. ദേശഭക്തി ഗാനം അർത്ഥമറിഞ്ഞാണ് പാടിയതെന്നും വിശദീകരണം അതിൽ എന്ത് അപാകതയാണ് ഉള്ളതെന്നും പ്രിൻസിപ്പൽ ചോദിച്ചു. വിവാദം ഉണ്ടായതോടെ കുട്ടികൾ ഭയത്തിലാണെന്നും സൈബർ ആക്രമണം രൂക്ഷമെന്നും പ്രിൻസിപ്പൽ KP ഡിൻഡോ പ്രതികരിച്ചു. അതിലേക്ക് ഇന്നലെ നടന്ന വന്ദേ ഭാരത് എറണാകുളം ബാംഗ്ലൂർ ട്രെയിനിന്റെ ആദ്യ റണ്ണിൽ എറണാകുളത്തെ 5 വിദ്യാലയങ്ങൾ 5 സ്കൂളുകളെ സെലക്ട് ചെയ്തു. അതിലൊന്ന് നമ്മുടെ സ്കൂളാണ്. നമ്മുടെ 20 കുട്ടികളും 2 അധ്യാപകരുമാണ് ഇതിൽ പങ്കെടുത്തത്. യാത്രാമധ്യേ ഏതോ ഒരു മീഡിയ, ചിലപ്പോൾ ലോക്കൽ മീഡിയ ആകാം, അവര് കുട്ടികളോടൊരു പാട്ട് പാടാൻ പറയുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ വന്ദേ മാതരം എന്നുള്ള ദേശഭക്തി ഗാനം ചൊല്ലി. അപ്പോൾ അദ്ദേഹം വീണ്ടും ഡിമാൻഡ് ചെയ്തു, വന്ദേ മാതരം ഒരു മലയാളം പാട്ട് പാടാവോ? ഇവര് ദേശഭക്തി ഗാനം ഒന്നും ചൊല്ലി പറഞ്ഞിട്ടില്ല, ഒരു പാട്ട് എന്ന് മാത്രം. അതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ എന്ത് ചെയ്തു? രണ്ടാമത് ചോദിച്ചപ്പോൾ ഇവര് ഒരു ദേശഭക്തി ഗാനം ചൊല്ലി. ആ ദേശഭക്തി ഗാനത്തിന്റെ ലിറിക്സ് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, വളരെ ഫേമസ് ആയി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പരമപവിത്ര മദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം, പുണ്യവാഹിനി ചേതനമേക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ. അത് ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ.
ഇതിൽ എവിടെയാണ് ദേശവിരുദ്ധതയുള്ളത്? ഇതിലാണ് നമുക്ക് പ്രശ്നമുള്ളത്? ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പരമപവിത്രം അതാണ് ഈ മണ്ണിൽ. ഈ ഭാരതത്തിന്റെ മണ്ണ് അത്ര പവിത്രമാണ്, അത്ര നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതാണ്. ഈ മണ്ണിൽ ജനിച്ച നമ്മൾ എല്ലാവരും ഭാഗ്യശാലികളാണ്. അത് അവസാനിക്കുന്ന വാക്ക് ഞാൻ പറഞ്ഞല്ലോ, പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ. പല നിറം എന്നുള്ള ആശയം കളേഴ്സ് അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജാതി, നമ്മുടെ പല റിലീജിയൻ, പല ഭാഷകൾ, ഇതെല്ലാം കൂടി ചേർന്ന് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ കൂടി ചേർന്നാണ്. ഇത് എല്ലാം കൂടെ കൂടി ചേർന്നാണെങ്കിൽ പോലും നമ്മളെല്ലാവരും ഒറ്റ മനസ്സായി നിൽക്കണം. ഇതിന്റെ ആശയം എവിടെയുള്ളത്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനത്വത്തിൽ ഏകത്വം എന്നുള്ള നമ്മുടെ. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരിപാടികളിൽ ഗണഗീതം അനുവദിക്കാനാകില്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. ഗണഗീതം ദേശഭക്തി ഗാനമാണോ എന്ന് തീരുമാനിക്കുന്നത് പ്രിൻസിപ്പളാണോ എന്നും വി ശിവൻകുട്ടി ചോദിച്ചു. സ്കൂളുകളിൽ ഗണഗീതം അനുവദിക്കാനാകില്ലെന്നും അന്വേഷണം ആവശ്യപ്പെട്ട കേന്ദ്രമന്ത്രിക്ക് കത്ത് നൽകുമെന്നും മന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. വന്ദേ ഭാരതിൽ ഗണഗീതം പാടിയതുമായി ബന്ധപ്പെട്ട് നിലവിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷണം നടത്തുന്നുണ്ട്. റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും തുടർ നടപടി എന്ന നിലപാടിലാണ് വിദ്യാഭ്യാസ വകുപ്പുള്ളത്. ഇതിനു പിന്നാലെയാണ് കൂടുതൽ രൂക്ഷമായ വിമർശനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഔദ്യോഗിക ചടങ്ങുകളിൽ ഗണഗീതം അനുവദിക്കാനാവില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഡൽഹിയിൽ പറഞ്ഞു. ഏതു മാനേജ്മെന്റ് ആയാലും മതേതരത്വത്തിന് വെല്ലുവിളിയാകുന്ന രീതികൾ അംഗീകരിക്കാനാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അത് ആരുടെ സ്കൂളായിരുന്നാലും, ഏത് മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളായിരുന്നാലും, ഒരു സ്കൂളിലും മതേതരത്വത്തിന് വെല്ലുവിളിയായുള്ള അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വെല്ലുവിളിയായുള്ള ഒരു നടപടിക്രമങ്ങൾ നടത്താൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. NOCയിലെ നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ NOC പിൻവലിക്കാനുള്ള അധികാരം ഉണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഗണഗീതം ദേശഭക്തി ഗാനമാണോ എന്ന പ്രിൻസിപ്പൽ അല്ല തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അങ്ങനെ ഓരോരുത്തരും പറയുന്നതനുസരിച്ചാണോ ദേശഭക്തി ഗാനം ആയി വരുന്നത്? പ്രിൻസിപ്പൾക്ക് ഇത് വിലയിരുത്തി പറയാനുള്ള അധികാരം അദ്ദേഹത്തിന് എന്ത് അധികാരമുള്ളത്? ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ദേശഭക്തി ഗാനങ്ങൾ ഇദ്ദേഹമാണ് പ്രഖ്യാപിക്കേണ്ടത്. വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് രേഖാമൂലം പരാതി നൽകുമെന്നും അന്വേഷണം ആവശ്യപ്പെടുമെന്നും മന്ത്രി വ്യക്തമാക്കി. കുട്ടികൾക്ക് RSSുമായി ബന്ധപ്പെട്ട ചരിത്രം അറിയില്ലെന്നും അവർ നിരപരാധികളാണെന്നും വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഈ നിമിഷത്തിന്റെ ചൈതന്യം ആഘോഷിക്കുന്നതിന് സ്കൂൾ വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനം പാടി എന്ന ക്യാപ്ഷനോടുകൂടിയാണ് ദക്ഷിണ റെയിൽവേ കഴിഞ്ഞ ദിവസം വീഡിയോ പങ്കുവച്ചിരുന്നത്. വിമർശനമുയർന്നതോടെ ഈ പോസ്റ്റ് ദക്ഷിണ റെയിൽവേ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്യുകയും വൈകാതെ വീണ്ടും റീപോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. സംഭവത്തിന് പിന്നാലെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ മറ്റു വിവാദങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള CPM ശ്രമമാണ് നടക്കുന്നതെന്ന് ഗാനത്തിന്റെ ഒരു വാക്കിൽ പോലും RSSനെ പരാമർശിക്കുന്നില്ല എന്നുമായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണം. ദേശഭക്തിയാണ് ഗാനത്തിന്റെ ആശയം. RSS പാടുന്ന വന്ദേമാതരം പാർലമെന്റിൽ പാടുന്നില്ലേ എന്നും കേന്ദ്രമന്ത്രി ചോദിച്ചു. അതേസമയം ഔദ്യോഗിക ചടങ്ങിൽ ഗണഗീതം പാടാൻ പാടില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. RSS ഗീതം RSS വേദിയിൽ പാടിയാൽ മതിയെന്നും സ്കൂളിനെതിരെ നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നു. റെയിൽവേ RSSന്റെ തറവാട്ട് വകയല്ല എന്നാണ് മന്ത്രി R ബിന്ദുവിന്റെ പ്രതികരണം. RSS തീവ്രവാദ സംഘടനയാണ്. ഔദ്യോഗിക പരിപാടിയിൽ ഗണഗീതം പാടിയത് ശരിയായ നടപടിയല്ല എന്നും മന്ത്രി ഇന്ന് തൃശൂരിൽ പ്രതികരിക്കുകയുണ്ടായി. അതേസമയം വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ തന്നിൽ നിന്നും ഉണ്ടാകില്ല എന്നാണ് കോൺഗ്രസ് നേതാവ് K സുധാകരൻ പറഞ്ഞത്. ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്നും K സുധാകരൻ കൂട്ടിച്ചേർത്തു പ്രതികരണങ്ങളിലേക്ക്. ഇനി കുട്ടികൾ ഇത് ഗീതമായിട്ട് കുട്ടികളുടെ ഗാനമായിട്ടൊരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിനെന്താണ് കുഴപ്പം? എനിക്ക് BJPക്കാരോട് അപേക്ഷിക്കാനുള്ളത്, ഇനി എല്ലാ പരിപാടിയിലും ഇത് പാടണം, എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം ഇതെന്താണ്. കാരണം അത് RSSന്റെ ഗ്രൂപ്പ് സോങ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BJP കേരളത്തെ വീണ്ടും, നമ്മുടെ നാടിനെ വീണ്ടും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു ഔദ്യോഗിക ചടങ്ങിൽ RSSന്റെ ഗണഗീതം കുട്ടികളെ കൊണ്ട് പാടിച്ചിരിക്കുകയാണ്. ആ കുട്ടികളെ വിട്ടുകൊടുത്ത സ്കൂൾ ആരാണെന്ന് അന്വേഷിക്കണം. അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കണം. കുട്ടികളെ കൊണ്ട് ഈ വർഗീയവൽക്കരിക്കുന്ന ഈ കാര്യങ്ങളിൽ ഈ കുട്ടികളെ ഉപയോഗിക്കാൻ ആരാണ് തീരുമാനമെടുത്തത്? ഔദ്യോഗിക ചടങ്ങുകളെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല. RSSന്റെ ഗണഗീതം അവർ പാടിക്കോട്ടെ, അവരെ ചടങ്ങിൽ പാടിക്കോട്ടെ, ഔദ്യോഗിക ചടങ്ങിൽ പറ്റില്ല. ഒരു സർക്കാർ പരിപാടിയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പാട്ടാണോ പാടേണ്ടത്? റെയിൽവേ എന്ന് പറയുന്നത് RSSന്റെ തറവാട്ട് വകയല്ല എന്നാണ് ഞാൻ FBയിൽ എഴുതിയത്. അത് തന്നെയാണ് എനിക്ക് ആവർത്തിക്കാനുള്ളത്. അത് ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കേണ്ടത് K സുധാകരനല്ല,
അത് ധൈര്യത്തിൽ തീരുമാനിക്കേണ്ടത് സർക്കാരാണ്. സർക്കാർ യുക്തിസഹമായ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ അപ്പം നമുക്ക് സഹകരിക്കാം. തീവ്രവാദ സംഘടനയായ ISIS-മായി ചേർന്ന് ഇന്ത്യയിലാകെ സ്ഫോടനങ്ങൾ നടത്താൻ പദ്ധതിയിട്ട 3 പേർ ഗുജറാത്തിൽ അറസ്റ്റിൽ. ആയുധങ്ങൾ കൈമാറുന്നതിനിടയിൽ അഹമ്മദാബാദിൽ നിന്നും ഇവരെ അറസ്റ്റ് ചെയ്തു. ജമ്മുകശ്മീരിൽ ഭീകരർക്ക് സഹായം നൽകിയ 3 പോലീസുകാരെ പിരിച്ചുവിട്ടു. പ്രത്യേക സംഘത്തിലെ പോലീസുകാർക്കെതിരെയാണ് നടപടി എടുത്തത്. ഡോക്ടർ അഹമ്മദ് മുഹിയുദ്ദീൻ സെയ്ദ്, മുഹമ്മദ് സുഹേൽ ആസാദ് എന്നിവരെ ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനിടെയാണ് തീവ്രവാദ വിരുദ്ധ സേനയായ ATS അറസ്റ്റ് ചെയ്യുന്നത്. 1 വർഷമായി ഇവർ തങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നുവെന്നും ഗുജറാത്തിലേക്ക് ആയുധങ്ങൾ കൈമാറ്റം ചെയ്യാനാണ് പിടിയിലായവർ വന്നതെന്നും ATS വ്യക്തമാക്കി. એ દરમિયાન અમને એના પાસેથી 2 ગ્લોક પિસ્ટલ, 1 બેરેટા પિસ્ટલ અને 30 લાઈવ કાર્ટ્રિજ મળી આવેલા. સાથે સાથે એની પાસે એક 4 લિટર જેવો લિક્વિડ પણ હતો, જેની પ્રારંભિક એને બતાવ્યા મુજબ એક કેસ્ટર ઓઇલ છે. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണങ്ങൾ നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നു. ഇവർ ആക്രമണം നടത്താൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും തീവ്രവാദ വിരുദ്ധ സേന വ്യക്തമാക്കി. അറസ്റ്റിലായ 3 പ്രതികളും 2 വ്യത്യസ്ത സംഘങ്ങളുമായി ബന്ധപ്പെട്ടവരാണ്. പാകിസ്ഥാനി ഹാൻഡ്ലർമാരുമായി ബന്ധമുള്ള ഒരു ഓൺലൈൻ ഭീകര സംഘത്തെ കഴിഞ്ഞ ജൂലൈയിൽ ഗുജറാത്ത് ATS പിടികൂടിയിരുന്നു. ഒരു സ്ത്രീ ബംഗളൂരുവിൽ നിന്നും അറസ്റ്റിലായിരുന്നു. അതേസമയം ജമ്മു കശ്മീരിൽ ഭീകരർക്ക് സഹായം നൽകിയ 3 പോലീസുകാരെ പിരിച്ചുവിട്ടു. SPOമാരായ അബ്ദുൾ ലത്തീഫ്, മുഹമ്മദ് അബ്ബാസ് എന്നിവർക്കെതിരെയാണ് നടപടിയെടുത്തത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.